വിവാദത്തിരിയോ എന്ന ചോദ്യത്തിന് സംസ്ഥാനത്തിന് അഭിമാനമാകേണ്ട ഒരു വികസന പദ്ധതി ഇപ്പോൾ വിവാദങ്ങളിൽ പെടുകയാണ്. അതിൽ രാഷ്ട്രീയമായ വിവാദം, രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. അദാനിയുടെ 49% ഷെയർ MSC കമ്പനിക്ക് വിറ്റു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിന്, സംസ്ഥാന സർക്കാരിന് 61.5% ഷെയർ ഉള്ളത്. കേന്ദ്ര സർക്കാരിന് 9.6% ഷെയർ ഉള്ളത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് 28.9% ഷെയർ ഉള്ളത്. ഈ 28.9% ഷെയറിലെ അവനവനുള്ള ഷെയറിൽ നിന്നും 49% MSCക്ക് വിറ്റു എന്നുള്ളതാണ് ഇപ്പോൾ അതിലൊരു വിഷയമായിരിക്കുന്നത്. അപ്പോൾ ആകെയുള്ളതിന് 49% എന്താണോ വിഴിഞ്ഞം പോർട്ടിൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ എന്താണോ അദാനിയുടെ കയ്യിലുള്ളത്, അദാനിയുടെ കയ്യിലുള്ളതിൻ്റെ 49% വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു സംശയം, അത് രൂപത്തിലാണോ അത് വ്യാഖ്യാനിക്കപ്പെട്ടതൊരു സംശയം അവിടെ നിൽക്കുകയാണ്. അതിൽ വ്യക്തത സർക്കാർ വരുത്തേണ്ടതുണ്ട്. അതിലിപ്പോൾ സമിതി പരിശോധിക്കുന്നു. ഇപ്പോൾ ഒരു രാഷ്ട്രീയമായ വിഷയമായിരിക്കുന്നു. അദാനി ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിലപാടെടുക്കാൻ സാധിക്കുകയില്ല എന്ന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ KC വേണുഗോപാൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിലൊരു രാഷ്ട്രീയ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. തൽക്കാലം അതിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഹരി കൈമാറ്റത്തിൽ തുറമുഖ മേഖലയിലെ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഠനം നടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ വിസിലിന്റെ റിപ്പോർട്ടും ഇതിൽ പരിഗണിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ വിഴിഞ്ഞം അദാനിക്ക് കൊടുത്തതാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചയാകുന്നത്. അതാണ് അതിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക രാഷ്ട്രീയ കാപട്യം എന്ന് പറയുന്നത്. അദാനിക്ക് കൊടുത്ത സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. 2015 ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലേലത്തിൽ വെക്കുമ്പോൾ രാജ്യത്തെ ഒരു കമ്പനിയും വരാനുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം വന്നതാണ് അദാനി. അങ്ങനെ ആകെ വന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന പല കാര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം അന്നത്തെ സർക്കാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല ഇളവുകളോടും കൂടി തന്നെയാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇളവുകളോട് തന്നെയാണ് അന്ന് പദ്ധതി ഈ പറഞ്ഞ അദാനിക്ക് നൽകിയിട്ടുള്ളതെന്നാണ്. അതിന് തുടർച്ചയായി കഴിഞ്ഞ 10 വർഷം അതുമായി മുന്നോട്ട് പോയ ഇടത് സർക്കാരിനാണ് 2024 വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിൽ ഒന്നും നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു സ്ഥലത്താണ് നമ്മളത് വികസനത്തിലേക്ക് കുതുക്കിയാണ് എന്ന കഴിഞ്ഞ ഇടത് സർക്കാർ പറഞ്ഞത്. ആ വികസനത്തിലേക്ക് കുതിക്കുന്നതിൽ കേരളത്തിന്റെ പാർട്ട്ണറായി അദാനിയെ പറയുകയാണ്. അദാനി കേരളത്തിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകും എന്ന് തീരുമാനിക്കപ്പെടും മുമ്പ് VD സതീശനുമായി രഹസ്യ ചർച്ച നടത്തി അദാനി എന്ന ആരോപണം അവിടെ ഉന്നയിക്കപ്പെടുന്നത്. അത് എത്രത്തോളം ലോജിക്കലി കറക്റ്റാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു കൂടിക്കാഴ്ച, അതിന് ചിത്രങ്ങൾ വരുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ചയാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതും എനിക്ക് മനസ്സിലാകുന്നില്ല. മൂകാംബികയിലേക്ക് പോയിരിക്കുന്ന രാഷ്ട്രീയ നേതാവ് അവിടെ പല നേതാക്കളെയും കണ്ടു. അത് ചിത്രങ്ങളായി വരുന്നു, ഒരു രഹസ്യ കൂടിക്കാഴ്ചയായി പറയുന്നു. അത് എയർപോർട്ടിൽ കണ്ട ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്ന ആളുകൾ ഇവിടെ പല നേതാക്കളുണ്ട്. അവരൊക്കെ പോകുന്നവർ 25 ലക്ഷം കൊടുത്തിട്ടാണ് ആ ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്നത് അങ്ങ് കരുതുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന് പോകാൻ അങ്ങ് കറപ്ഷനാണ് ഞങ്ങൾ തെളിയിക്കൂ കേട്ടോ, അങ്ങ് തെളിയിക്കൂ. ഒന്നാമത് മുഖ്യമന്ത്രിയാകും മുമ്പ് അദാനി അങ്ങോട്ട് വഴങ്ങുകയായിരുന്നു, അങ്ങോട്ട് ഡീൽ ഉണ്ടാക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ദഹിക്കാൻ അല്പം ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. അല്ലാതെ രാഷ്ട്രീയ തിമിരത്തോടുകൂടി കാര്യങ്ങളെ കാണുന്നവർക്ക് ആ രൂപത്തിൽ കാണാം. അതിലെനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. രാഷ്ട്രീയ തിമിരത്തോടുകൂടി കാണുന്നവർക്ക് ആ രൂപത്തിൽ കാണാം. 25 ലക്ഷം എണ്ണി അവിടെ കൊടുത്തിട്ടാണ് ആ യാത്ര. അങ്ങനെ അത് അദാനിയുടെ ജെറ്റായിരുന്നു. ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കുന്നവരാണ് പറയേണ്ടത്. ഉറപ്പായിട്ട് ഉന്നയിക്കുന്നവരാണ് തെളിയിക്കുന്നത്. തെറ്റായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യം കൂടിയില്ല. കേരളത്തിലെ ഏത് ഏത് നേതാവാണ് പ്രൈവറ്റ് ജെറ്റ്? ഒരു മിനിറ്റ്, ഇവിടെ പല നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഏതൊക്കെ വ്യവസായികളിൽ നിന്നും സൗജന്യങ്ങൾ പറ്റിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ കാലത്തിൽ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തെ കാര്യം ഞാൻ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞോട്ടെ പ്ലീസ്, എന്നെ കൂടെ പറയാൻ അനുവദിക്കൂ. അപ്പോൾ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഇളവുകളുടെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഇളവുകൾ വലിയ രീതിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. 2019 ഡിസംബർ 31 തുറമുഖ നിർമ്മാണം പൂർത്തീകരിക്കും എന്നായിരുന്നു അദാനി ഗ്രൂപ്പ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ആർബിട്രേഷൻ നടപടി പിൻവലിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. 49 കോടിയായിരുന്നു. ആ 49 കോടി വേണ്ട എന്ന് വെക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ 817 കോടിയുടെ ലയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭിക്കാൻ കൂടി ഈ ഇളവ് അനുവദിക്കുകയായിരുന്നു. അപ്പോൾ ത്രികക്ഷി കരാറാണ് കേന്ദ്രം, കേരളം,
അദാനി. ആ കരാർ ഒപ്പിടുന്നത് എന്തുകൊണ്ടാണ്? ഈ പിഴയില്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പോൾ അവിടെയും അദാനിക്ക് ഇളവ് ലഭിക്കുകയായിരുന്നു. 2024 സപ്ലിമെന്ററി കൺസെഷൻ എഗ്രിമെന്റിലൂടെ തുറമുഖത്തിന്റെ നടത്തിപ്പിനും ലാഭത്തിനുമുള്ള അദാനിയുടെ സമയം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. 2055 നിന്ന് 2060 നീട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും അദാനിക്ക് ഇളവുകൾ നൽകിയ കഴിഞ്ഞ സർക്കാരാണ് ഇപ്പോൾ അദാനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദാനി ഇപ്പോൾ തൊട്ടുകൂടാത്തവരായിരിക്കുന്നു. കേരളത്തിന്റെ പാർട്ട്ണർ എന്ന് പറയുകയും എന്നിട്ട് പാർട്ടി ഓഫീസിലേക്ക് കൂടി അദാനിയെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ആഗോള കുത്തക എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാജ്യത്തെ കുത്തകയാണല്ലോ, ആഗോള കുത്തകയല്ലേ, രാജ്യത്തെ കുത്തകയാണല്ലോ. അപ്പോൾ കുത്തക കമ്പനിയെ ഇപ്പോൾ വലിയ രൂപത്തിൽ തന്നെ ഇടതുപക്ഷം വിമർശിക്കാറുള്ളതാണ്. അങ്ങനെ ഒരു കുത്തക കമ്പനിയുടെ മുതലാളിയെ പാർട്ടി ഓഫീസിലേക്ക്, പാർട്ടി ആസ്ഥാനത്തേക്ക് വിളിച്ചിരുത്തി സ്വീകരണം നൽകിയ പാർട്ടിയാണ്. അപ്പോൾ അവരിപ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ട് എങ്ങുമില്ലാത്ത ആശങ്കകളാണ്, രാജ്യവിരുദ്ധമായ ഒരു നടപടികളിലേക്ക് കടക്കുന്ന ഒരു സംവിധാനമായി പറയുകയാണ്. അദാനിക്ക് ഇവിടെയുള്ള ഇളവുകൾ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. കേന്ദ്രം നൽകിയ ഇളവുകൾ, മോദി നൽകിയിട്ടുള്ള ഇളവുകൾ, ആ ഇളവുകളുടെ അടിസ്ഥാനത്തിലാണ് അദാനി ഇങ്ങനെ ആകാശം മുട്ടെ വളർന്നത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആകാശം മുട്ടെ വളർന്ന ആ കമ്പനി അതിന്റെ 49 ഷെയർ വിറ്റു എന്നത് എടുത്താണ് ഈ പറയുന്നത് നിൽക്കുന്നത്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, സ്മൃതി വേണം പറയും, ഈ അദാനി ഇപ്പൊ ആരാ കുറ്റം പറയുന്നത് ഇവിടെ? അദാനി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത് കേരള സർക്കാരും UDF സർക്കാരും LDF സർക്കാരും സ്വാഗതം ചെയ്ത ശേഷമാണ്. പക്ഷെ എന്താ സംഭവം? അദാനി വിറ്റിട്ട് പോകാൻ പറഞ്ഞല്ല ഞാൻ പറയുന്നത്. ഇവിടെ പ്രതിപക്ഷം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രതിപക്ഷം അത് തന്നെ പറയുന്നത്. ഒരു മിനിറ്റ്, പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങോട്ട് റദ്ദാക്കണം, കേസിന് പോകണം എന്നുള്ളതാണ്. അദാനിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, പരസ്പര വിരുദ്ധമായി പറയരുത്. കാരണം അദാനിയുടെ ഡീലാണ് ഇവിടെ സംശയത്തിൽ, അല്ലെ? അദാനിയുടെ ഡീലാണ് സംശയത്തിൽ. പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദാനിയുടെ ഡീലാണ് ഇവിടെ സംശയത്തിൽ. അങ്ങനെ അദാനി നേരത്തെ സ്വന്തം പാർട്ട്ണറായ അദാനി ഇപ്പോൾ സംശയനിഴലിലാണ്. രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന രൂപത്തിലേക്ക് അദാനി പോകുന്നതാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഇവിടെ വിഴിഞ്ഞത്ത് നങ്കൂരം ഇടുന്നു എങ്കിൽ അത് കേരളത്തിന് ഉണ്ടാക്കാൻ പോകുന്ന വികസന നേട്ടം, അത് കഴിഞ്ഞ 10 വർഷമായിരുന്നെങ്കിൽ അത് വികസനമായിരുന്നേനെ. കഴിഞ്ഞ 10 വർഷം ഈ MSC, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ MSCയുടെ കപ്പലുകൾ മാത്രം വന്നപ്പോൾ ഒന്നുമില്ലാത്ത പ്രശ്നമാണ് ഈ MSCക്ക് ഒരു കുത്തക നൽകാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ മൊണോപ്പൊളി വരാൻ പോകുന്നു എന്ന ആശങ്കയായി ഇപ്പോൾ ഉരുത്തിരിയുന്നത്. അപ്പോൾ അതിലുള്ള ഒരു കാപ്പട്ടി മാത്രമേ എനിക്ക് മനസ്സിലാക്കാനാകത്തുള്ളൂ. MSC കമ്പനി ഇവിടെ ലോകത്തെ എന്നുള്ളതാണ്. അവരുടെ കപ്പലുകൾ മാത്രമല്ല വരിക, അവർക്കും പല കപ്പൽ കമ്പനികളുമായിട്ടും എഗ്രിമെന്റ് ഉണ്ട്. അതിന്റെ ഭാഗമായി അടുത്ത വരും വർഷങ്ങളിൽ അവരുടെ കപ്പലുകളും മറ്റു കപ്പലുകളും വരുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായത്. വരുമെങ്കിൽ വരട്ടെ, വന്നിട്ടില്ല എങ്കിൽ അപ്പോൾ ചോദിക്കാം, ഈ കരാറുമായി ബന്ധപ്പെട്ട 49% അതോ ഈ പറയുന്ന അവരുടെ ഷെയറിലെ 13.57% അതിലൊരു വ്യക്തതയാണ് വരേണ്ടത്. ഈ പറയുന്ന ആ വ്യക്തത ജനങ്ങളെ പറ്റിക്കരുതെന്ന്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഇളവുകൾ, ഇതുവരെ അദാനിക്ക് കൊടുത്ത ഇളവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പറയട്ടെ, അദാനി സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് പോകുന്ന രൂപത്തിലേക്ക് അദാനിയെ വളർത്തിയത് ഇവിടെ ആരാണ്? ഇവിടെ വളർത്തിയത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് അദാനി അങ്ങനെ രൂപത്തിൽ വളർത്തിയത്. ഞാൻ പറഞ്ഞോളൂ, നിങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല, എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പ്ലീസ് പറയട്ടെ. നോക്കൂ, ഒരാളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അത് മുറിക്കല്ലേ, അത് പിന്നെ പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ഇതാണ് ഈ ഇടയ്ക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല എന്നേ. അദാനി കൊടുത്തിരിക്കുന്നു, ശരിയാണ്. ഈ MSC കമ്പനി ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വികസനങ്ങൾ എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. ഇതിനകം തന്നെ ഈ 5 വർഷവും അവരുടെ കപ്പലുകൾ തന്നെ ഇവിടെ വന്നപ്പോഴില്ലാത്ത വിവാദം ഇവിടെ ഉണ്ടാക്കുന്നത് MSCയെ സംശയം നിലനിൽക്കുന്നു. അത് ഒരു അപകടം ചെയ്യുന്ന പല രാജ്യങ്ങളിലും ഈ ഇവരുടെ കപ്പലുകളിൽ മയക്കുമരുന്നുകൾ എത്തിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷെ മയക്കുമരുന്ന് മാത്രം കൊണ്ടുപോകുന്ന ഒരു കപ്പലായിട്ട് അതിനെ കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു കപ്പൽ കമ്പനിയായിട്ട് അതിനെ കാണാൻ പറ്റുമോ? ഇവിടെ ലോകത്ത് നിൽക്കുന്ന നിയമങ്ങൾ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ അദാനിയുമായി കരാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ ഏത് കമ്പനിയാണ് ഈ കരാറിന് ഏക കമ്പനിയായിട്ട് വന്നത്? ചൈനയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ്. ചൈനീസ് കമ്പനിക്ക് ഇവിടെ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല. കാരണം രാജ്യത്ത് തന്നെയുള്ള കമ്പനി മതി എന്ന് പറഞ്ഞിട്ടാണ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണെന്ന് കരാർ കൊടുക്കാതിരുന്നത്. ഈ വിഷയത്തിലും പറയട്ടെ, അദാനി ഉണ്ടാക്കിയ കരാറാണ്. അദാനി ഉണ്ടാക്കിയ കരാറും അദാനിയും തമ്മിൽ രണ്ടാണ്. അദാനി ഒരു മിനിറ്റ്, കേരള സർക്കാർ, കേരളത്തിലെ ജനങ്ങൾ, കേരള ഗവൺമെന്റ്, LDF UDF ആവട്ടെ, അദാനിനെ വിശ്വസിച്ച് എന്തേൽപ്പിക്കുന്നു? വിഴിഞ്ഞം പോർട്ട്. ഒരു മിനിറ്റ്, ആ വിഴിഞ്ഞം അദാനിനെ അവരാരും കുറ്റം പറഞ്ഞിട്ടില്ല.
പക്ഷെ എന്താണ് അദാനി ആ സംവിധാനം ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ വിറ്റിട്ട് പോകുന്നു. നോക്കൂ, അതിന് കേരള സർക്കാർ അനുമതി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ശരി, ചോദ്യം. കേരള സർക്കാർ അതിൽ അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു പിഴവ് അവിടെ ഉണ്ട്. ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പറയുന്ന രാജ്യവിരുദ്ധമായ ഒരു സംവിധാനത്തിനാണ് ഈ അവരുടെ ഇന്ത്യൻ കമ്പനിയല്ല. ഇന്ത്യൻ കമ്പനിയല്ല. ഇന്ത്യൻ കമ്പനിയല്ല. നോക്കൂ ഇപ്പൊ റോയിറ്റേഴ്സിലും ബ്ലൂബർഗിലും അടക്കം നമ്മുടെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കേരള തീരത്തെ കുറിച്ച്, വിഴിഞ്ഞം തീരത്തെ കുറിച്ചുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുക? എന്തുകൊണ്ടാണ് MSC കമ്പനി അഭിമാനമാണെന്നേ. അങ്ങനെ സ്മൃതിമേടം എന്തായി ഇതൊരു പറയുന്നത്? പ്രാദേശികവാദത്തിൽ ഒതുക്കാതിരിക്കും. ഇന്ത്യൻ ഓഷ്യനിലെ മൊണോപ്പൊളിക്ക് വേണ്ടി അമേരിക്ക, ചൈന ഒക്കെ ഓർത്തൂസ് കടലിടുക്കിന് വേണ്ടിയിട്ട് അമേരിക്ക യുദ്ധം ചെയ്ത് എന്തിനാ? ഇത് അല്ലല്ല, ഒരു മിനിറ്റ് വളരെ ഏത് അത് നമ്മുടെ അഭിമാനം. ഇപ്പൊ ഞാനൊരു കാര്യം പറയും, ലോകത്ത് ഒരു സ്ഥലത്ത് ബോംബിട്ടാ വലിയ വാർത്തയായിരിക്കും, ലോകത്തെ മാധ്യമങ്ങൾ മുഴുവൻ എടുക്കും. അല്ലല്ല, അങ്ങനെയൊന്നും പറഞ്ഞോളല്ലേ. ഞാൻ പറയുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്. ഞാനതാ പറയുന്നത്. ബോംബിടാൻ പോകുന്ന ഒരു കമ്പനിക്ക് ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തിലെ ഒരു സർക്കാർ അനുമതി നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. രാജ്യ സുരക്ഷ എന്നുള്ളത് കേന്ദ്ര സർക്കാർ നോക്കണം. അനുമതി വാങ്ങിയ ആ അനുമതി ഉണ്ടാകില്ല. അതാണ് പ്രശ്നം. സ്മൃതി മേഡം പറഞ്ഞല്ലോ, ഇന്ത്യ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഒന്നും അങ്ങനെ അനുമതി കൊടുക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആരുടെ അനുമതി അദാനി വാങ്ങിയത്? അവിടെയാണ് ഈ പ്രശ്നം. സ്മൃതി മേഡം പറഞ്ഞല്ലോ, ഇന്ത്യയിലെ പുറത്തുള്ള ഒരു കമ്പനിക്ക്, ഇന്റർനാഷണൽ കമ്പനിക്ക് വിഴിഞ്ഞം പോർട്ടിന്റെ ഷെയർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ കൊടുത്ത കഴിഞ്ഞപ്പോൾ ആരുടെ അനുമതി മേടിച്ചിട്ടാ കൊടുത്തതാ ചോദിക്കുന്നത്? അത് കേന്ദ്ര സർക്കാർ അറിയാതെ രാജ്യവിരുദ്ധമായ ഒരു കാര്യം ഇവിടെ ചെയ്തു എന്നാണോ അങ്ങ് പറയുന്നത്? ആണോ രാജ്യവിരുദ്ധമായ, രാജ്യത്തെ സുരക്ഷയ്ക്ക് പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് പോർട്ട് കൊടുത്താൽ എന്താണ്? അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുക, അല്ലേ? ഒരു പോർട്ട് കമ്പനിക്ക് പോർട്ട് കൊടുത്താൽ എന്താണ്? ലോകത്തെ എല്ലാ ഷിപ്പിംഗ് കമ്പനിയും ആകർഷിക്കാനുള്ള പണിയെടുക്കും. അതോടുകൂടി കേരളത്തിൽ എന്താണോ കേരളത്തിന്റെ സ്വപ്നം, ആ സ്വപ്നം ഇല്ലാതാവുകയാണ്. ഇല്ല, ഇതിലെ വിദഗ്ധർ തന്നെ പറയുന്നത് 3 വർഷം കഴിഞ്ഞാൽ പറയുന്നത് പിന്നെ അദാനിന്റെ, ഞാനിപ്പോ ചർച്ചയിലേക്ക് ഇരുന്ന് പറയുന്നത് കേട്ടു. എന്താണ് നമ്മുടെ മുന്നിൽ പറയുന്ന വിദഗ്ധരുടെ വാദങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള, അല്ലാത്ത വൈദഗ്ധ്യം ഒന്നും നമുക്കില്ലല്ലോ. നമുക്ക് എന്തായാലും ആ വൈദഗ്ധ്യം ഇല്ല. ഈ സർക്കാർ ഇതിൽ വ്യക്തത വരുത്തട്ടെ. എനിക്ക് അത്രയേ ഉള്ളൂ, സർക്കാർ ഇതിൽ വ്യക്തത വരുത്തട്ടെ. സർക്കാരിന് ഒരു മിനിറ്റ്, കേരളത്തിന് നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിന് 49% അതോ അദാനി കമ്പനിയുടെ 13% അവരുടെ 49% എന്നുള്ള വ്യക്തത വരുത്തിയാൽ മതി. അപ്പോൾ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞു. കാരണം 25% വിൽക്കുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് സംസ്ഥാനം ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാ ബുധനാഴ്ചയും മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ആഴ്ച കണ്ടിട്ടില്ല. ഒരാഴ്ച ഗ്യാപ്പിട്ട. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. നിങ്ങളുടെ താരതമ്യം ഇവിടെ മാധ്യമങ്ങളെ കാണാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായത് കാലത്ത് നിന്നും ആഴ്ചയിൽ കാണുന്നുണ്ടല്ലോ. ഒരാഴ്ച 2 ആഴ്ച മാറിപ്പോയാലും ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇവിടെ ആൾക്കാർക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി. വെക്കുന്ന സമയത്തെങ്കിലും മാധ്യമങ്ങളെ കാണണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. കേരളം മാധ്യമങ്ങളത് കണ്ടാൽ വലിയ വാദങ്ങളൊക്കെ പറയുമ്പോൾ കേരളത്തിന്റെ പാർട്ട്ണറുമായിട്ടാണ് സമയത്തെങ്കിലും കേരളത്തിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന സമയത്തെങ്കിലും ഒന്ന് പത്രക്കാരെ കണ്ടിട്ട് ഈ രീതിയിലാണ് വിൽക്കാൻ പോകുന്നത് പറയണം. ശരി, ആ ആശങ്ക ഇവിടുത്തെ കേന്ദ്ര സർക്കാരും ഇവിടുത്തെ കോടതികളൊക്കെ കാണട്ടെ, കേരളം ഇവിടെ വിൽപ്പനയ്ക്കാണെന്നുള്ള ആ ഒരു ആശങ്ക. Meet the editors.